പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വർക്കലയിലാണ്. വർക്കല ഏതൊക്കെ ഓണടിച്ച് പോകുന്നു. വർക്കല റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ എന്താ പറയുക, OC അടിച്ച് വന്നതാണ്, ലിഫ്റ്റ് കയറി വന്നതാണ്. ഇപ്പം നല്ല ചുരുക്കല്ല കുട്ടി വരുന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള കുട്ടി. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നേരെ നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. നമ്മൾ ചെക്കൻ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. 100 ചില്ല രൂപയാണ്, 150 രൂപ. എൻക്വയറി പ്ലാറ്റ്ഫോം നമുക്ക് ഇത് നോക്കാം, ആപ്പിൽ നോക്കാം. അല്ല, ആ ചേച്ചിനോട് ചോദിക്കാം. ഇതാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ പറയുക, ഇത് പറ്റില്ല, പോലീസ് കണ്ട്. ഇത് കേരളമാണ്, കറക്റ്റാണ്, ഒരു കറക്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയോ, നോർത്തിലൊക്കെ നമ്മൾ പോകുമ്പോഴേ നമ്മളെ മുന്നേ വീഡിയോ കണ്ടിട്ട് കാണിച്ചു, നമ്മളെ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും. പഞ്ചാബിലും അല്ലെങ്കിൽ നോർത്തിലൊക്കെ റെയിൽവേ ക്രോസിങ് ഉണ്ടാവുമല്ലോ, അവിടെ നമ്മളൊരു വണ്ടി വെക്കുമല്ലോ, ആ വണ്ടി വെക്കുന്ന സ്ഥലത്തിലൂടെ 3 പോകല് ആയിക്കൂടെ നുഴഞ്ഞു പോകും. ഈ ചേച്ചി കയറി നോക്കി പെട്ടു. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ നോർത്തും സൗത്തും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരിക്കലും സെക്യൂർഡ് അല്ല അങ്ങനത്തെ കാര്യം. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഇവിടെയുള്ള എൻക്വയറി അല്ലെങ്കിൽ RPFൻ്റെ പോലീസ് കൗണ്ടറിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിൻ ഏകദേശം വരാനായി. ഇപ്പോൾ സമയം 12:06 പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോണ വഴിക്കുള്ള കാഴ്ച കാണാം. थोड़ी ही देर में वर्कला शिवगिरी स्टेशन प्लेटफॉर्म नंबर 2 पर आएगी. Your attention please. ट्रेन नंबर बवाड़ा. यात्रियों कृपया ध्यान दीजिए. गाड़ी नंबर 663006 कोल्लम कन्याकुमारी मेमू थोड़ी ही देर में वर्कला शिवगिरी स्टेशन प्लेटफॉर्म नंबर 2 पर आएगी. ഈ ചെക്കനെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോയി. ഓനപ്പോൾ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ പിടിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ വന്നിട്ടില്ല. പക്ഷെ മഴ ഉണ്ട്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നൈറ്റൊക്കെ ഭയങ്കര കൊടൂര മഴയും കൂടെ. ട്രെയിൻ വരാനായിട്ടും തോന്നുന്നത്. അതാണ് ഇയാൾ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറെയും കുറേ ആളുകളുണ്ട്. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ കേട്ടോ, ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ട് ഇങ്ങനത്തെ 7, 6, 5 അങ്ങനെ നമ്പേഴ്സ് അങ്ങനെ സംഭവം അറിയാം. നമ്മൾ ട്രെയിനിൻ്റെ ബോഗി എൻജിൻമെന്ന് ഉള്ള നമ്പേഴ്സാണത്. അതായത് 7ാമത്തെ. ഇപ്പോൾ നമ്മൾ ആപ്പിൽ ഇക്സിഗോ അല്ലാന്നുണ്ടെങ്കിൽ IRCTC ആപ്പിലൊക്കെ കാണാൻ പറ്റും ട്രെയിനിൻ്റെ ബോഗി നമ്പേഴ്സ്. ആ ബോഗി നമ്പേഴ്സിൻ്റെ താഴെ തന്നെ കാണാൻ പറ്റും 1 മുതൽ 17 അല്ലെങ്കിൽ 1 മുതൽ 13 വരെയുള്ള നമ്പേഴ്സൊക്കെ. ഒരു ട്രെയിനിന് ഏകദേശം 13 ബോഗി 14 ബോഗി, ചിലത് വലിയതുണ്ട്, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അത് വരുന്ന നമ്പറാണത്. ഇത്ര ഇന്ന ബോഗി ഇതിൻ്റെ താഴെ ഉണ്ടാവും എന്നുള്ളത് അതിൽ കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ആപ്പിൽ വിശ്വസിക്കുന്നതിലേറെ ബെറ്റർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ചില സമയത്ത് അതും തെറ്റാറുണ്ട്. ഓക്കെ, അനൗൺസ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. കാരണം അനൗൺസ്മെൻറ്റ് കറക്റ്റ് ലൈവ് അപ്ഡേറ്റ് ആയിരിക്കും. ട്രെയിൻ വരുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നൊക്കെ ഇപ്പോൾ 12,625 ഡൽഹിയിൽ നിന്നും ജമ്മുവിലേക്ക് പോകുന്ന വണ്ടി, അല്ലെങ്കിൽ 12,618 നിസാമുദ്ദീനിൽ നിന്നും എറണാകുളം വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് 1ാമത്തെ പ്ലാറ്റ്ഫോം. ഡൽഹിയിലാകുമ്പോൾ ആദ്യം 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നിരുന്നത് നിസാമുദ്ദീനിൽ. ഇപ്പോൾ അത് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 5:35 ആ വണ്ടി ഡൽഹിയിൽ നിന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെ ഇതാവും. അപ്പോൾ ആ സാധനങ്ങൾ നോക്കുക. ഓക്കെ, എന്തൊക്കെ ഇൻഫർമേഷനാണ് കിട്ടിയില്ലേ. ജസ്റ്റ് ലൈക്ക് അടിക്കും. ഓക്കെ, അണ്ണാ വർക്കല പോയ മതിയാവില്ലല്ലോ, വർക്കല വന്ന മതിയാവില്ലല്ലോ. വർക്കല വന്നതേ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം പോയി ഇറങ്ങി. 12:24 നമ്മുടെ വണ്ടിയപ്പോൾ ജസ്റ്റ് അന്വേഷിക്കട്ടെ. ഈ ഇരുത്തത്തിലുണ്ടാ അറിയോ, നമ്മൾ ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ അവിടെ ഇരിക്കും, ഞാൻ അന്വേഷിക്കുന്നത് ഓനും ഇരിക്കും. ലാസ്റ്റ് ഞങ്ങൾ വർക്കല ഇറങ്ങേണ്ടത് തിരുവനന്തപുരം പോയി ഇറങ്ങുന്ന മതിയാവും. അപ്പോൾ നമ്മൾ നേരെ അത് ഫുള്ള് AC ഉണ്ട്. ഏതോ വണ്ടി തമിഴ്നാട് സൈഡിലൊക്കെ പോകണമെന്ന് തോന്നുന്നുണ്ട്. കപ്പിൾസ് ഉണ്ട്. അത് നമുക്ക് മുംബൈയിലേക്ക് പോകാനുള്ള കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് വരാനുള്ളത്.
അപ്പോൾ നമ്മൾ ഇവിടെ പോലീസുകാർ ഇരിക്കുന്നവരോട് ചോദിച്ചു നോക്കി. അപ്പോൾ കറക്റ്റാണ്. ഓക്കെ, അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിന് ഈ ചിലപ്പോൾ ഇത് മുംബൈക്കൊക്കെ പോകും. ഈ ട്രെയിൻ എങ്ങോട്ടാണ്? ന്യൂഡൽഹിക്കാണ്. കേരള എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ന്യൂഡൽഹി 12:25. ട്രെയിനിൻ്റെ നമ്പർ അവിടെ നോക്കട്ടോ. കണ്ടോ, ഇതുണ്ടോ? ഇതാണ് ട്രെയിനിൻ്റെ നമ്പർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സീറ്റ് 3 അത് നമ്മൾ കയറാൻ ഏറ്റവും ബെറ്റർ ഈ ഒരു സൈഡിലൂടെയാണ്. കാരണം എന്തായാലും 1 മുതൽ 8 വരെയുള്ള സീറ്റുകൾ അവിടെ കാണാം. ഇനി അതല്ല നമ്മളെ സീറ്റ് 35 ഒരു 41 ആണെങ്കിൽ അത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് കയറിയാൽ മതി. അപ്പോൾ ഞാൻ അധികം വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രെയിന് പോകും. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇനി പോവാണ്. വേറെ കുറേ ആൾക്കാരിൽ ഓടി വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ സീറ്റിൽ ഇരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വിഷയം എന്താ അറിയുമോ? TT വന്നു കഴിഞ്ഞാലേ ടിക്കറ്റ് ഇല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാലും മൂഞ്ചും. ഓക്കെ, അപ്പോൾ ഫൈൻ അടക്കേണ്ടി വരും. ഇത് വേഗം നോക്കട്ടോ, ഞാൻ തരാം. അതുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണോ? ഇതാണ് സ്ലീപ്പർ. TTനെ കണ്ടങ്ങൾ വൈറ്റ് യൂണിഫോം ഇട്ട് ടിക്കറ്റ് ഇല്ലെങ്കിലും മൂഞ്ചും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ 2 സീറ്റ് ഉണ്ടല്ലോ, 1, 2, ഇതാണ് സൈഡ് അപ്പർ, ഇത് സൈഡ് ലോവർ. ഓക്കെ, ഈ RAC ടിക്കറ്റുകളുണ്ടാവും. RAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് ഒരാൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ആ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ താത്തും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരാൾ തല വെച്ചിട്ടും അവിടുന്ന് ഇങ്ങോട്ട് ഒരാൾ തല വെച്ചിട്ടും. അതാണ് RAC സീറ്റുകൾ. പിന്നുള്ളത് ഈ സീറ്റുകളാണ്. ഇത് അപ്പർ ബെർത്ത്, ഈ താഴെ വരുന്നത് മിഡിൽ ബെർത്ത്, ഈ താഴെ വരുന്ന ലോവർ ബെർത്ത്, ഈ 2 സൈഡിലും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. പിന്നെ TT ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് പോകാനുള്ള വൈബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അങ്ങനത്തെ സീറ്റുകൾ എടുക്കാണ് ബെറ്റർ. പിന്നെ നമ്മളൊന്ന് മൂത്രമൊഴിക്കാൻ കയറിയാണ്. പക്ഷെ ബാത്റൂം കാണിച്ചു തരാം. ഓക്കെ, വെള്ളം പൈപ്പ്. ഓക്കെ, ഇതിങ്ങനെ പിടിക്കുക. പിന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോഴേ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പാട്ടല്ലേ കോപ്പ, അത് കയ്യിൽ വെച്ചുകൊണ്ട് പക്കത്ത് എടുത്ത് കയറണ്ട, കോപ്പ കയ്യിൽ വെക്കുക. എന്ന് വെച്ചാൽ നമ്മളേതായിട്ടുള്ള യൂസിങ് കാര്യങ്ങളൊക്കെ വെള്ളമാക്കുക. ചില സമയത്ത് ട്രെയിനിൽ വെള്ളം ഉണ്ടാവില്ല. ഈ കോപ്പൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിലും വെള്ളം ഉണ്ടാവും. പിന്നെ വാഷ്റൂം യൂസ് കഴിഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഉണ്ടാവും. ഫ്ലഷാണ്, അങ്ങനെ ഫ്ലഷായി പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്ത് ചെയ്യണം? ഫ്ലഷ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പിന്നെ വാഷ്റൂം ഇത് നമുക്കുണ്ടാവും. വാഷ് ബേസ് കാര്യങ്ങളൊക്കെ. ഇത് ഡസ്റ്റ്ബിന്നാണ്, വേസ്റ്റൊക്കെ ഇടാൻ. അതെപ്പോഴും ഇത് ഫുള്ളായി കിടക്കും. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വണ്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊരു നീറ്റ് ആൻഡ് ക്ലീൻ കാണും കേട്ടോ. പിന്നെ വേസ്റ്റ് ഇടാനുണ്ട്. പിന്നെ ഈ സൈഡുകളിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും ആളായിക്കാണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫൈനും കിട്ടേണ്ടി വരും. ഞാൻ അതെല്ലാം ചാടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എറണാകുളത്തെത്തി. മഴ ഉണ്ട് ഇവിടെ. സമയം 4:27. പിന്നെ കുടൽ കരിഞ്ഞ് മണക്കുന്നുണ്ട്, കാരണം നല്ല വിശക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നമ്മൾ TT ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാട്ടത് എറണാകുളം. അത് നോക്കി ആകെ ആൾക്കാരെ ഒരു ഗുമ്മില്ലാതെ വൃത്തിയില്ലാതെ. മഴ 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 ഓടിപ്പോവാ. എവിടെയും പോയി. അങ്ങനെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിച്ച് നല്ലൊരു ബിരിയാണി കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോകണം. കൂടെ ഉണ്ട്, പൊളിറ്റിക്കൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.